ഞാനിപ്പോൾ ചാടി തുള്ളി പോകുന്നത് ഒരു അപ്പോയിൻമെൻറ്റിനാണ് കേട്ടോ. ഇതാണ് ഇവിടുത്തെ GP സർജറി. ഞങ്ങളുടെ അടുത്തുള്ളൊരു മെഡിക്കൽ സെൻ്ററാണിത്. ഹോസ്പിറ്റലല്ല, ഇത് ജസ്റ്റ് ഒരു GP സർജറിയാണ്. ഇവിടെ നമുക്ക് നോർമൽ അപ്പോയിൻമെൻറ്റ്സ് എല്ലാം എടുക്കാൻ പറ്റും. ബ്ലഡ് ടെസ്റ്റും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം. ജസ്റ്റ് കൺസൾട്ടേഷൻ മാത്രമേ ഇവിടെ ഉള്ളൂ, അഡ്മിഷൻസ് ഒന്നുമേ ഇല്ല. അങ്ങനെ എൻ്റെ പേര് വിളിച്ചു. ഞാൻ പോയി ചെക്കിനെല്ലാം ചെയ്ത് അവിടെ പോയിരുന്നു. അവിടെ ഇരുന്നപ്പോൾ എനിക്ക് മനസ്സിലായി അവിടെ നിന്ന് എനിക്ക് കാണാൻ പറ്റിയിരുന്നു. അപ്പോൾ ഞാൻ തൊട്ട് അപ്പുറത്തെ സീറ്റിലോട്ട് മാറിയിരുന്നു. അങ്ങനെ റൂം നമ്പർ 3 എൻ്റെ പേര് വിളിച്ചു. ഒന്നും നോക്കിയില്ല, ഞാൻ അങ്ങോട്ട് എത്തി. അമ്മച്ചി എൻ്റെ വെയിനൊക്കെ ടെസ്റ്റ് ചെയ്തു. അപ്പോൾ തന്നെ പറഞ്ഞായിരുന്നു വെയിൻ കിട്ടുന്നില്ല, മാറ്റി കുത്തേണ്ടി വരുന്നത്. അതേപോലെ തന്നെ സംഭവിച്ചു. 2 പ്രാവശ്യം കുത്തിയിട്ടാണ് എനിക്ക് ബ്ലഡ് കിട്ടിയട്ടോ, വെയിൻ കിട്ടിയത്. അങ്ങനെ ഞാൻ ഒറ്റയ്ക്കാണ് പോയേ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാനൊക്കെ റെഡിയായിട്ടെല്ലാം നോക്കുന്നുണ്ട്. പക്ഷെ എന്തോന്നറിയില്ല, സൂചി കുത്തുന്നവരെ എനിക്കത് എടുക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവർ വെയിനൊക്കെ നോക്കി സെറ്റ് ചെയ്തു. രക്തമൊക്കെ എടുത്തു. ഇത്രയും കിട്ടി. അതിന് ശേഷമാണ് പറഞ്ഞത് പോരാ, കുറച്ചും കൂടി വേണമെന്നുണ്ട്. അപ്പുറത്തും കുത്തി. അങ്ങനെ എല്ലാം കഴിഞ്ഞ് രക്തമൊക്കെ ദാനം ചെയ്ത് ഞാനിത് അവിടെ നിന്ന് ഇറങ്ങി. ഇത് ആക്ച്വലി ഒരു ബ്ലഡ് ഡൊണേഷൻ അല്ല കേട്ടോ, ഞാനൊരു ബ്ലഡ് ടെസ്റ്റിന് വേണ്ടിയാണ് പോയേ. അങ്ങനെ അതൊക്കെ അവസാനിപ്പിച്ച് എന്തായാലും കെട്ടിയൊരുങ്ങി വന്നില്ലെന്ന് വിചാരിച്ചു ഞാൻ അവിടുത്തെ ഒരു ബുക്ക് സെൻറ്ററിൽ കയറി. വെറുതെ ഒരു ബുക്ക് എടുക്കാമെന്ന് വിചാരിച്ച് കയറി. പ്രത്യേകിച്ച് ഒന്നും ഇഷ്ടമായില്ല, കാരണം ഞാൻ കേട്ട് പരിചയമുള്ള ഒരു പേരും ഇവിടെ ഉണ്ടായിരുന്നില്ല. എന്തായാലും വന്നതല്ലേന്ന് വിചാരിച്ച് ഏറ്റവും വലിയ ബുക്ക് തന്നെ ഞാൻ എടുത്തു. അങ്ങനെ ഇന്നത്തെ പ്രഹസനം അവസാനിപ്പിച്ച് ഞാൻ ആ ബുക്കും എടുത്ത് അവിടെ നിന്ന് ഇറങ്ങി. അത്ര തന്നെ.